സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകാൻ സിദ്ദിഖിനെതിരെ പരാതി നൽകിയ നടി സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയാൽ തന്റെ ഭാഗം കേൾക്കാതെ തീരുമാനമെടുക്കരുത് എന്ന് കോടതി അറിയിക്കും. ബി ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലു, സുപ്രീം കോടതി അവസാനത്തെ ഒരു ആശ്രയമായി സിദ്ദിഖ് കാണുകയാണ്. അങ്ങനെ നിയമോപദേശം തേടിയെന്നടക്കമുള്ള വാർത്തകളാണ് വൈകിട്ട് ബാലഗോപാൽ പങ്കുവച്ചത്. പക്ഷേ ഹൈക്കോടതി വിധി അത് നടപ്പാക്കണമെന്ന നിലയിൽ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകാൻ സിദ്ദിഖിനെതിരെ പരാതി നൽകിയ നടി കൂടി രംഗത്ത് വരുമ്പോൾ എങ്ങനെയാവും കേസിന്റെ തുടർ നടപടിക്രമങ്ങൾ? ഏതായാലും ഈ സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷയെ എതിർക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ പരാതിക്കാരി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ തടസ്സ ഹർജി ഇപ്പോൾ നൽകുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. പ്രമുഖ അഭിഭാഷക ബൃന്ദ ഗ്രോവറുമായി ഈ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ടവർ ഇതിനോടകം തന്നെ സംസാരിച്ചിട്ടുണ്ട്. നാളെ രാവിലെ ഈ തടസ്സ ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യുവാനാണ് സാധ്യത. അതായത് ഈ പരാതിക്കാരി ആവശ്യപ്പെടുന്നത് തന്റെ ഭാഗം കൂടി കേൾക്കാതെ ഈ ഇടക്കാല ജാമ്യം സംബന്ധിച്ച് സുപ്രീം കോടതി തീരുമാനം എടുക്കരുത് എന്നതാണ്. കാരണം സിദ്ദിഖ് നേരത്തെ തന്നെ സുപ്രീം കോടതിയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് പോലെ തന്നെ പരാതിയുടെ കാലതാമസം, പരാതി നൽകുന്നതിലുള്ള കാലതാമസം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ മുൻകൂർ ജാമ്യത്തിനായി ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള കാരണങ്ങൾ ഉൾപ്പെടെ വിശദീകരിക്കുന്നതിനാണ് ഇപ്പോൾ പരാതിക്കാരിയായ അതിജീവിത ഇത്തരത്തിൽ തടസ്സ ഹർജി നൽകുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. പ്രമുഖ അഭിഭാഷക ബൃന്ദ ഗ്രോവർ ആയിരിക്കും ഈ പരാതിക്കാരിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുക എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ബി ബാലഗോപാലാണ് സുപ്രധാനമായ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാർത്ത റിപ്പോർട്ട് ചെയ്ത് ഡൽഹിയിൽ നിന്ന്.